ഹലോ എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഓത്തൻറ്റിക് ഇന്ത്യൻ കുക്കിങ്ങിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുക ഫ്ലാക്സ് സീഡ്സ് ലഡുവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ലഡു റെസിപ്പിയാണ്, വിൻ്റർ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഫാറ്റ് ലോസ് ചെയ്യാനും പിന്നെ നമുക്ക് മുടി പൊഴിച്ചിലോ അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലമോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനൊക്കെ നല്ല ഹെൽപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്താണെങ്കിൽ omega 3 ഫൈബർ ഫാറ്റി ആസിഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് നമുക്ക് നോക്കിയാലോ ഈ ഹെൽത്തി ലഡു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. 500 ഗ്രാം ഞാനാണെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ 1/4 കപ്പാണെങ്കിൽ ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ബദാം, 1/2 കപ്പ് കാഷ്യൂനട്ട്, 1/2 കപ്പ് വാൾനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പാണെങ്കിൽ മഖാന എടുത്തിട്ടുണ്ട്. മഖാന എന്ന് പറഞ്ഞാൽ ലോട്ടസ് സീഡ്സാണ്, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. പിന്നെ ആണെങ്കിൽ ഒരു 100 ഗ്രാം നമുക്കാണെങ്കിൽ ഡ്രൈ കോക്കനട്ട് വേണം. അതാണെങ്കിൽ ചെരികെ എടുത്തേക്കുക. ഇതിൻ്റെ പകരം ഡെസിക്കേറ്റ് കോക്കനട്ട് മാർക്കറ്റ് നമുക്ക് റെഡിമെയ്ഡ് കിട്ടുന്നുണ്ടോ, അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് നമുക്ക് ആദ്യം ഒന്ന് കടായിലിട്ടിട്ടാണെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അത് നമുക്കൊരു പ്ലേറ്റിലിട്ട് മാറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ, കരിഞ്ഞൊന്നും പോവാതെ സൂക്ഷിക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം കടായിലേക്ക്. പിന്നെ അതിന് ശേഷം നമുക്ക് ബദാം, പിന്നെ കാഷ്യൂനട്ടും പിന്നെ വാൾനട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം. ഞാൻ മറന്നുപോയതാണ്, പിന്നീടായിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാൻ. ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ, ഇത്രയും മതി. ഇനി നമുക്കാണെങ്കിൽ കടായിലേക്ക് 1 ടീസ്പൂൺ അത്ര നെയ്യുണ്ട്. അപ്പോൾ നമുക്കിനി അതിനകത്തൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ലോട്ടസ് സീഡ്സ് ഇല്ല, നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കൈ കൊണ്ടൊന്ന് നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കാൻ നന്നായിട്ട് പൊടിഞ്ഞ് പൗഡർ ഫോമിലായി വരുന്നുണ്ടെങ്കിൽ അത്രയും മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. നമുക്കാണെങ്കിൽ ഈ എല്ലിനൊക്കെ വേദനയുണ്ടോ, നടുവേദന, കാലുവേദന, മുട്ടിനൊക്കെ വേദനയൊക്കെ ഉള്ളത് അങ്ങനത്തെ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കണം കേട്ടോ. നല്ല അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ജോയിൻറ്റ് പെയിൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ നമുക്കാണെങ്കിൽ ആ കടായിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് പിന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, വാൾനട്ട് ഞാനാണെങ്കിൽ റോസ്റ്റ് ചെയ്യാൻ മറന്നു പോയതായിരുന്നു. അപ്പോൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നു. എല്ലാ സാധനം നമ്മൾ ഇതുപോലെ നെയ്ക്കത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടിയിരിക്കുകയും ചെയ്യും. നമുക്കാണെങ്കിൽ 1 മാസം അല്ലെങ്കിൽ കൂടുതൽ ഇരിക്കുവാണെങ്കിൽ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. പക്ഷെ അത്രയും വരെ പോകത്തില്ല കേട്ടോ. ഇതൊന്നും രാവിലെ ഒരു ലഡു വെച്ച് കഴിക്കണം. നല്ല ഹെൽത്തിയാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ രാവിലെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആവശ്യമില്ല, ഇത് കഴിച്ചാൽ മതി. നമ്മുടെ വയറ് ഫുള്ളായിട്ട് ഉച്ചവരത്തേക്ക് നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴാണെങ്കിലും ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡുവൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ രാവിലെ കഴിക്കാവൂ, രാത്രി ഒന്നും കഴിക്കല് ദഹിക്കാനായിട്ട് പാടായിരിക്കും. അത് കാരണം രാവിലെ കഴിക്കാവുള്ളൂ. അപ്പോൾ ദേ കണ്ടില്ലേ, ഡ്രൈ കോക്കനട്ട് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചേക്കില്ല, അപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബാച്ചായിട്ട് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കും. പൾസിൻ്റെ മൂടി വെച്ചിട്ട് വേണേ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് എണ്ണയ്ക്ക് ഇറങ്ങി വന്നാൽ പിന്നെ കഴിക്കാനോ ടേസ്റ്റ് വരത്തില്ല. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബാച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പൊടിച്ചെടുക്കാം. പൾസ് വെച്ച് നമുക്ക് അതുകൊണ്ടും പൊടിച്ച് നമുക്ക് ഏതിലാണ് മിക്സിങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബൗളിലോട്ട് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം പൊടിച്ച് കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ അണ്ടിപ്പരിപ്പ്, ബദാം, വാൾനട്ട്, മഖാന ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ പൾസിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് കറക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഫൈനായിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി, അങ്ങനെയും ചെയ്യാം. കുറച്ച് ക്രഷായിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. വെച്ച് നമ്മളിങ്ങനെ ലഡു കഴിക്കുമ്പോൾ കടിക്കാനായി കിട്ടുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ. പിന്നെ ഡ്രൈ കോക്കനട്ടും ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ 1/2 കപ്പ് നെയ്യുടെ ആവശ്യം വരും. നമുക്ക് ടോട്ടൽ 1/2 കപ്പ് നെയ്യും പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂണോ നെയ്യുടെ എക്സ്ട്രാ ആവശ്യം വരത്തുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ നെയ്യുടെ ആവശ്യം വരത്തില്ല അതിനകത്ത്. അപ്പോൾ നെയ്യൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്ത് നെയ്യൊക്കെ മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മെൽറ്റാക്കി എടുത്താൽ മാത്രം മതി. നമുക്കൊന്ന് പാവ് കാച്ചുവോ അന്ന് നൂൽ പാകമാവോ അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ലഡു ഭയങ്കര ടൈറ്റായി പോവും, കഴിക്കാൻ നമുക്ക് പാടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ആവേണ്ട, അത് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. നമ്മളാണെങ്കിൽ ഗോൾഡൻ റേസൻസ് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, അതും കൂടെ അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അത് നെയ്ക്കകത്ത് തന്നെ നന്നായിട്ടൊന്നും ഫ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ ഇത്രയെല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും ആയി കഴിയുമ്പം നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ, എല്ലാം പൊടികളൊക്കെ പൊടിച്ച് വെച്ചേക്കുന്നില്ലേ, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്കത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ചുക്കുപൊടി, 1 ടീസ്പൂൺ നമുക്ക് ഗൺഫോഡ പൗഡർ. നിങ്ങൾക്കാണെങ്കിൽ ഏതാണ് നിങ്ങളുടെ ഈ പൊടി ഉള്ളതെന്ന് വെച്ചാൽ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഏതാ ഇല്ലാത്തതെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ശർക്കര മെൽറ്റ് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തവി കൊണ്ട് ഇളക്കി കൊടുക്കാവുള്ളൂ കേട്ടോ. നല്ല ചൂടായിരിക്കും, കൈയൊക്കെ പൊള്ളാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് കൈയൊക്കെ തൊടാൻ പറ്റുന്ന പാകമാകുമ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അടിക്കൊക്കെ നല്ല ചൂടാണ്, സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ ഒത്തിരി തണുക്കാൻ പാടില്ല കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ലഡു ആവാനും
പാടായിരിക്കും. അപ്പോൾ നമുക്ക് തൊടാൻ പറ്റുന്ന പാകത്തിനാകുമ്പോൾ നമുക്കിതുപോലെ ലഡ്ഡു റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.